നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ദേവുവിൻ്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. നിങ്ങളൊക്കെ എന്താ പറയല്, ദേവു നല്ല ഡ്രസ്സുകളാണ് ഇടുക എന്നല്ല. എൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ട് അവളുടെ മനസ്സിൽ ഇരിപ്പ് നിങ്ങളൊന്ന് മനസ്സിലായി. ഇത് കുറേ നേരം അമ്മ ഇതിറ്റാലൊന്ന് വാങ്ങിച്ചു തരും. അപ്പോൾ എനിക്ക് തന്നെ ഉറങ്ങുമ്പോൾ ഇടാൻ അതൊന്ന് ഒന്ന് നോക്കിക്കേ. ഞാൻ കാണിക്കും എന്താണെന്നറിയാം. നീ എന്നോട് ഇവൾക്ക് ഞാൻ എന്തോരം നിർബന്ധിച്ചിട്ടാണെന്നറിയാം ഞാൻ ഓരോ ഡ്രസ്സ് എടുക്കുന്നത്. ഇവള് ഇപ്പോൾ ഓരോ കുട്ടികൾ ഈ ഒരു ഹിന്ദി ചാനൽ കണ്ടിട്ട് ഇങ്ങനെയുള്ള ഇറക്കമുള്ള ഇനി ഏതിലാ കണ്ടേ? ചൈന അവരിടുന്ന അമ്മ എനിക്കിത് വേണമെന്ന്. ഏറി പോകാൻ ഇനി എന്തെങ്കിലും വേണോ അങ്ങോട്ടൊന്ന് പറ. കുറേ നേരം അത് മേടിച്ച് തരുമോ? പിന്നെ വേറെ ഒന്നുണ്ട്. അപ്പം അതെന്തേ അടിയിൽ പിന്നെ താഴത്ത് കീറുള്ളത് സ്കേർട്ട് എവിടെ? അതാ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അതൊന്ന് കാണിക്കുന്നു. ഞാൻ കയറി വരുമ്പോൾ ഇതും എടുത്ത് നിൽക്കുക. എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് കണ്ടോ ഈ സംഭവം. എന്താ അത് അത്രേ ഉള്ളൂ. അതെ അയ്യോ അതിനെ സപ്പോർട്ട് ചെയ്തെടുക്ക ആള് അടി പാൻറ് ഇട്ടാൽ മതിയെന്ന് കണ്ടോ. ഇതൊക്കെ സൈഡിൽ കീറ എന്തിനാ അതിട്ടോ ദൈവമേ. അത് കണ്ടോ ആ വലുതിട്ട് നോക്കി. എന്നിട്ട് ഇവിടെ കീറലുണ്ട്. എന്നാലും ഇത് ഇട്ട് നോക്കിക്കോട്ടെ എന്ന്. നിങ്ങളൊക്കെ കുറച്ച് പേര് പറയും ദേവുട്ടി കുട്ടിയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ ജീവനുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഞാൻ ഇടിയിക്കത്തില്ല. അന്ന് എറണാകുളത്ത് നിന്ന് ഒരു ദിവസം ഹാഫ് പാൻറ് നിക്കറും ഇട്ടിട്ട് അന്ന് എറണാകുളത്ത് നിന്ന് എവിടെയാ പോയത്? പള്ളിയിൽ. അന്ന് ഞാൻ ബിന്ദു പണിക്കര് നടക്കുന്ന പുറകെ നടക്കുക പിടിച്ച് താഴ്ത്തുക, പുറകെ നടക്കുക, ഞാൻ നിക്കറ് പിടിച്ച് താഴ്ത്തുക. ഇതായിരുന്നു എൻ്റെ പരിപാടി. ഞാൻ ജീവനായിരിക്കുമ്പോൾ അതെടുത്ത് കാണിച്ച ഇത് ഇടാൻ ഞാൻ സമ്മതിക്കൂല. ഇത് എന്തോന്നാ ദിവസേ ഒന്നും വേണ്ട. ഇല്ലട്ടോ ദിവസേ ചുമ്മാ നീ ഇത് ഉറങ്ങുമ്പെടുത്തിടാൻ. സോഫ കണ്ട നീ പറ. ഇല്ല നീ അപ്പൊ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഇങ്ങനെയുള്ള കോലം ഞാൻ കെട്ടിക്കത്തില്ല. അതുകൊണ്ട് അടുത്തത് കൊണ്ടുവരുന്ന ഇതുകൊണ്ട് അത് കൊടുക്കുന്നു. നല്ല അമ്മയ്ക്ക് തന്നെയാ. അമ്മ ഇത് മേടിച്ചു തരൂല. ദിവസം ഇതൊന്നും ഇട്ടൂടാ.